സുഹൃത്തുക്കളെ, പാലക്കാട് മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം പ്രത്യേകിച്ചും രാഹുലിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനോട് എനിക്ക് വിയോജിപ്പുള്ള ആളായിരുന്നു. രാഹുലുമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെയും രാഹുൽ ആറന്മുളയിൽ നിന്നിട്ട് 2026 നിയമസഭയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. രാഹുൽ നല്ല ചെറുപ്പക്കാരനാണ്, നല്ല രാഷ്ട്രീയമായിട്ടുള്ള ശേഷിയുള്ള ആളാണ്, ഒക്കെയുണ്ട്. പൊളിറ്റിക്കൽ നോളജ് ഉണ്ട്, ഒക്കെയുണ്ട്. സന്ദീപ് വാര്യർ പോയപ്പോൾ സന്ദീപുമായിട്ടും വളരെ അടുത്ത സൗഹൃദം, വ്യക്തിപരമായിട്ട് വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ സന്ദീപ് വാര്യർ പോയപ്പോൾ പോക്കിനോട് വിയോജിപ്പുണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷേ പാലക്കാടത്തെ വിജയം എന്ന് പറയുന്നത് ഷാഫി പറമ്പലിൻ്റെ വിജയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണെന്നുള്ള അർത്ഥത്തിലല്ല പറയണത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആലുവയിൽ നിന്ന് ദീർഘകാലം MLA ആയിരുന്നു, 5 തവണ MLA ആയിരുന്ന K മുഹമ്മദ് അലി ഉണ്ട്, തലൈക്കുന്നിൽ ബഷീർ ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആര്യട മുഹമ്മദ് അല്ലാതെ വേറെ ആരും എവിടെയും ഒരു പച്ച പിടിച്ചിട്ടില്ല. ആര്യട മുഹമ്മദ് കേരളത്തിൻ്റെ മന്ത്രിസഭകളിൽ നിരന്തരമായിട്ട് ഉൾപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ആര്യട മുഹമ്മദിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മലബാറിലെ ഏറ്റവും കരുത്തനായ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഏറ്റവും എന്താ പറയുക, ആളുകളുടെ ഇടയിൽ ആശയവിനിമയം നടത്താൻ കഴിവുള്ള, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അതേപോലെ തന്നെ മതേതരവാദിയാണ്. ഷാഫി മന്ത്രിയായിട്ട് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഷാഫി ലോക്സഭയ്ക്ക് മത്സരിച്ചത് അബദ്ധമായി പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് KC വേണുഗോപാലിൻ്റെയും BD സതീഷിൻ്റെ ഒക്കെ ഈ കുടില തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഷാഫി അതിന് നിൽക്കാൻ പാടില്ലായിരുന്നു. ഷാഫി വടകരയിൽ നിന്നും മത്സരിക്കേണ്ട ആളായിരുന്നില്ല. അവിടെ ആരെങ്കിലും പോയി നിന്നോട്ടെ, തോക്കെ ജയിക്കെ എന്ത് വേണേലാവട്ടെ. ഷാഫി കേരളത്തിൻ്റെ 2026 UDF മിനിസ്റ്ററി വന്നു കഴിഞ്ഞാൽ ആ മന്ത്രിസഭയ്ക്കകത്തായിട്ട് അങ്ങായിട്ട് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഷാഫി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ തൊട്ട് തന്നെ ഷാഫിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഷാഫിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ മുസ്ലിം ലീഡർഷിപ്പിനകത്ത് ഷാഫിയെ പോലെ ഇന്ന് കേരളത്തിലെ ഏത് പാർട്ടിക്കകത്ത് ആരാളെ. ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഒന്ന് മുഖ്യമന്ത്രിയൊക്കെ കാണണം. അദ്ദേഹം നല്ലൊരു സഖാവാണ്. എംപിച്ചി ബാബയ്ക്ക് ആവാൻ പറ്റിയില്ല, പക്ഷേ പാലോളി മുഹമ്മദ് കുട്ടിയെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പാലോളി സഖാവ് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ ഇനിയിപ്പോൾ ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ല. പക്ഷേ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി വളരെ മിടുക്കനായ സമർത്ഥനായ രാഷ്ട്രീയ നേതാവാണ്. എല്ലാ കാര്യങ്ങൾക്കകത്തും ഷാഫി വടകരയിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഷാഫി അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പിതൃതുല്യൻ എന്ന് വേണമെങ്കിൽ പറയാം, ഗുരുതുല്യൻ എന്നല്ല, അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പോൺസർ എന്ന് പറയുന്നത് ഷാഫിയാണ്. രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത്. ഷാഫിയാണെന്ന് A ഗ്രൂപ്പിൻ്റെ, അതായത് ഇപ്പോൾ ആന്റണി സൈലൻ്റായി, ഉമ്മൻചാണ്ടി മരണപ്പെട്ടു പോയി, അതിനുശേഷം ഷാഫിയാണ് A ഗ്രൂപ്പിൻ്റെ വാക്കായിട്ട് നിൽക്കുന്നത്. ബെന്നി ബെഹനാൻ അവിടെ ഉണ്ട്, KC ജോസഫ് ഉണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും ശക്തനായിട്ട് യുവജനങ്ങളെ കൂടെ പിടിച്ചുകൊണ്ട് ഷാഫി ഒരു തരംഗമായിട്ട് നിൽക്കുകയാണ്. ഷാഫിയെ പോലെയുള്ളൊരു ചെറുപ്പക്കാരൻ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. കാരണം വെച്ചാൽ ഒന്ന്, ഇപ്പോൾ SDP-യുടെ പിന്തുണ കിട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരോ വോട്ട് വേണമെന്ന് ഞാൻ പറയൂല. അത് സ്വാഭാവികമായിട്ടും പറയൂല. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരും, എനിക്കൊരു വർഗീയവാദിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾ KM ഷാജി മാത്രമാണ്, മുസ്ലിം ലീഗിൻ്റെ. അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിനകത്ത് തന്നെ അങ്ങനെ ഈ 140 മണ്ഡലങ്ങളിൽ ആകെ പറഞ്ഞിട്ടുള്ള ഒരാൾ KM ഷാജിയാണ്. KM ഷാജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുത്തന്നെയും ഒരു വർഗീയവാദിനെയും വോട്ട് വേണ്ട, പോയി പണം നോക്കാൻ പുല്ല് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കടുത്ത മത്സരം നടക്കുന്ന സ്ഥലത്ത്, കടുത്ത മത്സരം എന്നായിരുന്നല്ലോ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വിജയം വരുന്നത് വരെയുള്ള ഒരു തോന്നൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വിശ്വസിച്ചത് കൃഷ്ണകുമാർ ജയിക്കുമെന്നാണ് വിശ്വസിച്ചത്. BJP ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് വിശ്വസിച്ചത്. ചേലക്കരയിൽ രമ്യ ജയിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അത്രയും കടുത്ത മത്സരം നടക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ ആരെങ്കിലും 4 വോട്ടെങ്കിൽ 4 വോട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതുക എന്നല്ലാതെ അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല എന്നേ. അവിടെ വർഗീയ പ്രീണനമൊന്നുമല്ല.
അവിടെ എന്താ വെച്ചാൽ പിന്നെ ആ സമയത്ത് സ്വീകരിക്കാൻ പറ്റുന്ന സമീപനം അത് മാത്രമാണ്. 4 വോട്ടെങ്കിൽ 4 വോട്ട് പ്രധാനപ്പെട്ടതാണെന്നുള്ള തോന്നലുണ്ടാകുന്നതാണ്. അത് ഷാഫിയെ പോലെയുള്ള ഒരാൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പിന്നെ ആവശ്യമില്ലാത്ത പണിയാണെന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ രാഹുൽ ആറന്മുളയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം പിന്നെ ജില്ലയാണ്. രാഹുലിന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള പദവിയുണ്ട്, ഒക്കെയുണ്ട്. കേരള രാഷ്ട്രീയത്തിനകത്ത് നടന്നു നിൽക്കേണ്ടുന്ന ഒരു യുവനേതാവാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ രാഹുലിന് ഇതൊരു വലിയൊരു കൃത്യാന്തര ബാഹുല്യം ഉണ്ടാക്കി വെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രാഹുലിന് പാലക്കാട് പോകണം. രാഹുൽ അടൂർ വീട്ടിൽ പോയിട്ട് പിന്നെ 2 മാസമായി എന്ന് എന്നോട് പിന്നെ 1 മാസം മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് അമ്മയും മകളും എല്ലാം അവിടെ ഉണ്ട്, പക്ഷെ വീട്ടിലേക്ക് പോകാൻ അവന് പറ്റുന്നില്ല. അപ്പോൾ അത്രയും കണ്ട് ഉത്തരവാദിത്തമുള്ള ഒരാൾ ഈ പാലക്കാട് പോലുള്ള ജില്ലയിൽ മലബാറിൽ വന്ന് നിൽക്കുമ്പം പിന്നെ മണ്ഡലം നോക്കുക, അതിൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, പിന്നെ ഒക്കെ വരുമ്പം അമ്മയുടെയും പെങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ട് ഒരു ദിവസം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളത് പിന്നെ എനിക്ക് രാഹുലിനോട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ രാഹുൽ ഷാഫിയൊക്കെ എടുത്തത് അതിസാഹസികമായ തീരുമാനമാണ്. എന്തായിരുന്നാലും അവരുടെ ഇഷ്ടമാണ്. അവർ പിന്നെ അവരുടെ ചോയ്സിനകത്ത് അവർ വിജയിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷാഫിയും രാഹുലും ഒരുമിച്ചാണ് വിജയിച്ചത്. ഷാഫിയുടെ കൂടി വിജയമാണത്. ഇത് രാഹുലിൻ്റെ മാത്രം വിജയമല്ല, ഷാഫിയുടെ കൂടി വിജയമാണ്. ഷാഫി അത്ര കണ്ട് ഷാഫി അവിടെ പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തി. ഷാഫി കൃത്യമായിട്ട് അവിടെ ഫോക്കസ് ചെയ്തു. ഷാഫി എല്ലാ ടൂൾസും യൂസ് ചെയ്തു. അപ്പോൾ ഷാഫിയെ പോലുള്ള ആളെ നമുക്ക് പിന്നെ അടുത്ത മന്ത്രിസഭയ്ക്കകത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ള സങ്കടമാകുമ്പോൾ തന്നെയും രാഹുലിൻ്റെ വിജയത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സാധ്യതകൾ സ്വയം കളഞ്ഞു കുളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവർ ഈ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ അന്ന് ആലോചിക്കേണ്ടതാണ്. ഒരു പിന്നെ എതിർ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം. അതിന് വിമർശിക്കുന്നവരെല്ലാം ശത്രുക്കളായിട്ട് കാണുന്ന ഒരു സ്വഭാവം പിന്നെ BJPയുടെ ലീഡർഷിപ്പിലുണ്ടെങ്കിൽ അത് BJPക്ക് അപകടകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ അവർ പഠിക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഡെമോക്രസി എന്ന് പറയുന്നത് വല്ലാതെ ഉള്ള സാധനമാണ്. ആരെയും തന്തയ്ക്ക് കുടിക്കാൻ വരെ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ഈ CPM കൊണ്ടു നടക്കുന്ന അതേ നയത്തിലേക്ക് BJP പോയി കഴിഞ്ഞാൽ BJPക്ക് അത് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായിരുന്നാലും ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഷാഫി പറമ്പിൽ കേരളത്തിലും ഒരു മന്ത്രിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ മാത്രമല്ല ഷാഫി ഉൾപ്പെടെയുള്ളവരിപ്പം മുന്നോട്ട് വെക്കുന്ന ചില നീക്കങ്ങൾ എന്ന് പറയുന്നത് VD സതീശന് പോലും ഗുണകരമായി തീരില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു വിശദാംശങ്ങൾ ഞാൻ VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ പോകുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു സ്റ്റോറിക്കകത്ത് ഞാൻ പറയാം. ഓക്കെ.